800-1000 പേരോളം ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നവര് എല്ലാവരും 4 സ്റ്റേജിൽ ജീവിക്കുന്ന ആളുകളാണ്. നേരത്തെ ചെയർമാൻ പറഞ്ഞു കോടീശ്വരന്മാരുണ്ട്, ലക്ഷം അല്ലെ. അപ്പൊ നമുക്കൊന്ന് മുറിക്കാം. ഇതില് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സ്ട്രഗിളിംഗ് ആണ്. സ്ട്രഗിളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് ജോലിയുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് ഉണ്ട്, വരുമാനമൊക്കെ ഉണ്ട്, പക്ഷേ കടത്തിന് ഇപ്പോഴൊരു കുറവില്ല. എന്തുണ്ട്? വരുമാനമുണ്ടെങ്കിലും കടമുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കുന്ന സ്റ്റേജിന്റെ പേരാണ് സ്ട്രഗിളിംഗ്. രണ്ടാമത്തെ സ്റ്റേജാണ് സ്റ്റേബിൾ. വരുമാനമുണ്ട്, പക്ഷെ എന്തില്ല? കടമില്ല. പക്ഷെ എന്തില്ല? തട്ടയും മുട്ടിയും ജീവിച്ചോണ്. നേരം വെളുക്കുന്നു, രാത്രിയാകുന്നു, എന്തിനോ വേണ്ടി ജീവിക്കുന്നുണ്ട്, പക്ഷെ എന്തില്ല? കടമില്ല, അല്ലെ? ഇനി മൂന്നാമത്തെ സ്റ്റേജാണ് സക്സസ്. എന്തു വേണമെന്ന് ആഗ്രഹിച്ചാലും വാങ്ങാൻ പണമുള്ള ആ സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് സക്സസ്. ഇപ്പൊ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കാണാം ഒരുപാട് കാറുകള്, ബെൻസും BM-ഉം ഓടിയൊക്കെ നിരത്തിയിട്ടുണ്ട്. ഇവിടെ വന്ന് മേടിച്ച പിള്ളേരുണ്ട്, അവരെ കാറുകളാണ്. കഴിഞ്ഞ ഓണത്തിന് ഞങ്ങള് 10 പ്രീമിയം കാറുകൾ ഞങ്ങൾ കൊടുത്തു. അപ്പൊ ഈ കാറുകളൊക്കെ നിരത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തോന്നുകയാണ്, കൊള്ളാലോ BM, നാളെ പോയി മേടിച്ചേക്കാം, 1.5 കോടി, അല്ലെ? അങ്ങനെ അത്തരത്തിൽ എന്ത് വേണമെന്ന് ആഗ്രഹിച്ചാലും വാങ്ങാൻ പണമുള്ള സ്റ്റേജിന്റെ പേരാണ് സക്സസ്. ഇനി നാലാമത്തെ സ്റ്റേജാണ് സിഗ്നിഫിക്കന്റ്. ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം മേടിച്ചു, ഇനി ആഗ്രഹങ്ങളൊന്നുമില്ല, ഇനി ധാരാളം പണമുണ്ട്. ആരെ പോലെ? കൊച്ചൗസേഫ് ടീച്ചറിലെ പിള്ളിയോ, അല്ലെ? യൂസഫ് അലിഖാനെ പോലെ, രവി പിള്ളയെ പോലെ. അത്തരത്തിൽ ആ സ്റ്റേജിൽ വിളിക്കുന്ന പേരാണ് സിഗ്നിഫിക്കന്റ്, അല്ലെ? നമ്മുടെ കൊച്ചൗസേഫ് ടീച്ചറിലെ പിള്ളി ഒരു വർഷം 2000 കോടി രൂപയാണ് ചാരിറ്റി ആയിട്ട് കൊടുക്കണം. എന്ന് ആലോചിച്ച് നോക്കി, പണം ഒരുപാടുണ്ട്, അല്ലെ? എന്റെ ചോദ്യം, നിങ്ങൾ ഇതിലെവിടെയുണ്ട്?